2770 കോടി രൂപ നിക്ഷേപത്തിൽ നിർമ്മിച്ച പുതിയ ഡ്രൈഡോക്കും ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയും കൊച്ചിയെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ഇത് കൊച്ചിയുടെ മുഖം മാറ്റുന്ന പുതിയ സ്ട്രാറ്റജിക് ഡീറ്റെയിലിംഗ് ആണ്. പുതിയ ഡ്രൈഡോക്കിന് 310 മീറ്റർ നീളമുണ്ട്. ഇതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകൾ വരെ ഇനി കൊച്ചിയിൽ അറ്റകുറ്റപ്പണി നടത്താം. ഇതുവരെ ദുബായ്, സിംഗപ്പൂർ എന്നീ കപ്പൽശാലകളിൽ മാത്രം നടന്ന കാര്യങ്ങളാണ് ഇവിടെ ഇന്ത്യൻ തീരത്ത് സാധ്യമാകുന്നുവെന്ന് തെളിയിക്കുന്നത്. ഈ പുതിയ ഡ്രൈഡോക്ക് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയിൽ കൊച്ചിയെ ഗ്ലോബൽ ഷിപ്പ് റിപ്പയർ ഹബ്ബാക്കി മാറ്റും. പ്രതിവർഷം 80-ലധികം കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ ഇതിന് ശേഷിയുണ്ട്. പുതിയ ഡ്രൈഡോക്കും ISRFും വഴി പ്രത്യക്ഷമായും പരോക്ഷമായും 5000-ഓളം പുതിയ തൊഴിലവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. ഒരു കാലത്ത് വിദേശത്ത് നിന്ന് കപ്പലുകൾ വരുമ്പോൾ അത് നന്നാക്കാൻ നമ്മൾ വിയർപ്പൊഴുക്കിയിരുന്നു. എന്നാൽ ഇന്ന് നോർവേയിലെ മഞ്ഞുമൂടിയ കടലിലും ഫ്രാൻസിലെ തിരമാലകൾക്കിടയിലും കൊച്ചിയിൽ നിർമ്മിച്ച കപ്പലുകൾ ഇന്ത്യയുടെ പതാകയേന്തി കുതിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് വെറുമൊരു കമ്പനിയല്ല, അത് 6000-ലധികം കുടുംബങ്ങളുടെ ഉപജീവനമാണ്. ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങളുടെ ഊർജമാണ്. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. ഇനി അതുക്കും മേലെ മറ്റൊന്ന് അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. INS വിക്രാന്തിന്റെ പിൻഗാമിയായി മറ്റൊരു വിമാനവാഹിനി കപ്പൽ രാജ്യത്തിന് അടിയന്തരമായി വേണം. ഏകദേശം 40,000 കോടിയുടെ പ്രൊജക്റ്റാണ്. അതിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്.